അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ഭാഗമായി ജൂൺ 21-ന് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. യോഗ അസോസിയേഷൻ കാസർഗോഡ്, കാഞ്ഞങ്ങാട് നഗരസഭ, കേരള ഗ്രാമീൺ ബാങ്ക് മടിയൻ ബ്രാഞ്ച് എന്നിവ സംയുക്തമായാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ഭാഗമായി ജൂൺ 21-ന് കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ മിനി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിലേക്കുള്ള യാത്രയിൽ യോഗയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്ന ഈ വേദി ആരോഗ്യ സംസ്കാരത്തിൻ്റെ പ്രഖ്യാപനമാകുമെന്നും പരിപാടിയുടെ മുഖ്യ ആകർഷണമായി 500ഓളം പേർ അണിനിരക്കുന്ന യോഗ പ്രദർശനവും ഒപ്പം കാസർഗോഡ് ജില്ലാതല യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത പ്രതിഭാധനരായ കുട്ടികൾ അവതരിപ്പിക്കുന്ന യോഗ ഡാൻസും ഉണ്ടാകുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം കാഞ്ഞങ്ങാട് നഗരസഭയും യോഗ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ നേതൃത്വത്തിൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് അതിവിപുലമായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. യോഗാദിനം നടത്തുന്നതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് യോഗയുടെ പ്രചരണം എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, യോഗാദിനം ആചരിക്കുന്ന 2015 തൊട്ട് ഇങ്ങോട്ട് ഓരോ വർഷവും ഓരോ സ്ലോഗനുണ്ട്, ഒരു മുദ്രാവാക്യമുണ്ട് യോഗ മുന്നോട്ട് വെക്കുന്നത്. ഇപ്രാവശ്യം മുദ്രാവാക്യം എന്ന് പറയുന്നത് യോഗ ഫോർ ഹെൽത്തി ഏജിങ്, ആരോഗ്യപൂർണ്ണമായ വാർദ്ധക്യത്തിന് യോഗ എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി വെള്ളിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. സീതു, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവി, യോഗ അസോസിയേഷൻ ഓഫ് കേരളയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം KV ഗണേഷ്, ജില്ലാ സെക്രട്ടറി KP പ്രദീപ് കുമാർ, ജോയിന്റ് സെക്രട്ടറി PV ചന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം AV ഉണ്ണി പാലത്തിങ്കർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.